ഇപ്പോൾ മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റ് ആൻഡ് പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എന്താ പറയുന്നത്, കുറച്ച് പേർക്കെങ്കിലും ഒരു അശുഭ ദിനമായിരുന്നു അല്ലേ? ഒരു അശുഭ ദിനമായിരുന്നു. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരിക്കലും ഒരു പിടി തരാത്ത മാർക്കറ്റായിരുന്നു ഇന്ന് അല്ലേ? നമുക്കൊരിക്കലും ഒരു നല്ല രീതിയിൽ ട്രേഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ളൊരു മാർക്കറ്റായിരുന്നു. അപ്പോൾ ഇങ്ങനെ പലപ്പോഴും മാർക്കറ്റിൽ സംഭവിക്കാറുണ്ട്, വൺസ് ഇൻ എ വൈൽ. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് പറ്റാത്ത മാർക്കറ്റിൽ നമ്മൾ മാറി നിൽക്കുക. അതാണ് നമ്മൾ ഏറ്റവും ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾക്ക് പറ്റാത്തൊരു മാർക്കറ്റ്, അല്ല നമ്മൾക്ക് ഒരു കോൺഫിഡൻ്റ് ഇല്ലാത്ത മാർക്കറ്റ്, അല്ല നമുക്ക് ട്രേഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എന്ന് വരുന്ന മാർക്കറ്റിൽ നമ്മൾ മാറി നിൽക്കുക. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ഇതൊരു ക്ലാസ് ആയിട്ട് നിങ്ങൾ കണക്ക് കൂട്ടിയാൽ മതി. പോസ്റ്റ് മാർക്കറ്റിനേക്കാൾ കൂടുതൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ട്രേഡിംഗ് ലൈഫിൽ നിങ്ങൾ പാലിക്കാൻ ശ്രമിക്കുക. ഉപദേശമായിട്ട് കണക്കാക്കിയാൽ മതി. കാരണം എനിക്ക് ഉപദേശിക്കാൻ മാത്രമേ അറിയത്തുള്ളൂ. അങ്ങനെയാണ് എൻ്റെ കൂടെ എന്നെ ഫോളോ ചെയ്യുന്നവരൊക്കെ കുറച്ച് പേരെങ്കിലും നന്നായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഉപദേശം കേൾക്കാൻ ശ്രമിക്കുക. കേൾക്കാൻ താല്പര്യമില്ലാത്തവർക്ക് നിർത്തിപ്പോവാം. ഓക്കെ. അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം, നമ്മൾക്ക് ഒരു കോൺഫിഡൻ്റ് ഇല്ലാത്ത മാർക്കറ്റ്, അല്ലെങ്കിൽ നമുക്കൊരു ട്രേഡ് ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല, അല്ലെങ്കിൽ എനിക്കൊരു എൻട്രി കിട്ടുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് ട്രേഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ ആ സ്പോട്ടിൽ നിങ്ങളോട് എക്സിറ്റ് അയക്കണം. നിങ്ങൾ ട്രേഡ് ചെയ്യാൻ നിൽക്കരുത്. കാരണം ഇന്നും നാളെയോ മറ്റന്നാളോ ഈ മാസം കൊണ്ടോ അടുത്ത മാസം കൊണ്ടോ ഈ വർഷം കൊണ്ടോ അവസാനിക്കുന്നതല്ല മാർക്കറ്റ് ഇനിയും ഇവിടെ ഇങ്ങനെ വളരെ നാളുകൾ മാർക്കറ്റ് ഇവിടെ ഉണ്ട്. വർഷങ്ങളോളം മാർക്കറ്റ് ഈ ഇന്ത്യയിൽ തന്നെ കാണും. അപ്പം ആ സമയത്തും ട്രേഡ് ചെയ്യാൻ മാർക്കറ്റിൽ നമ്മളുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമാണ്. നാളെ നമ്മളുണ്ടെന്നുള്ളതാണ് ചോദ്യം. മാർക്കറ്റ് ഇവിടെ തന്നെ കാണും. അപ്പം നാളെ നമ്മൾ ഈ മാർക്കറ്റിൽ നിലനിൽക്കണമെങ്കിൽ എന്താ സംഭവിക്കേണ്ടത്? കൃത്യമായി നമ്മൾക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യങ്ങൾ മാത്രമേ ചെയ്യാവൂ. ഞാൻ എപ്പോഴും പറയുന്ന പോലെ, വെള്ളമില്ലാത്തടത്ത് മുങ്ങാൻ നിൽക്കരുത്. അങ്ങനെ വെള്ളമില്ലാത്തടത്ത് മുങ്ങിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? തലയിടിച്ച് പരിക്ക് പറ്റും. ആ പരിക്ക് പിന്നെ ഗുരുതരമാവും. അങ്ങനെ പല സംഭവവികാസങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ള കാര്യം, ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ, നിങ്ങൾക്ക് സാഹചര്യവും നിങ്ങളുടെ കൺവിക്ഷനും നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാമെന്നൊരു കോൺഫിഡൻറ്റും ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? ട്രേഡ് ചെയ്യാൻ പാടുള്ളൂ. എന്നും ട്രേഡ് ചെയ്യും എന്നുള്ള വാശി ഉപേക്ഷിക്കുക. എനിക്കിന്ന് ട്രേഡ് ചെയ്തേ ഒക്കത്തുള്ളൂ, അല്ലെങ്കിൽ എനിക്കിന്ന് ട്രേഡ് ചെയ്യണം. അങ്ങനെ ട്രേഡിന് വേണ്ടി ട്രേഡ് കണ്ടുപിടിക്കുന്ന പരിപാടി അത് നിർത്താൻ ശ്രമിക്കുക. ഓക്കെ. ട്രേഡ് ഉണ്ടെങ്കിലുണ്ട്, ഇല്ലെങ്കിലിട്ട് വിട്ടുകളയുക. അത്ര മാത്രമേ ഉള്ളൂ. അപ്പം നമുക്കിനി കാര്യത്തിലോട്ട് വരാം. ഇന്നൊരു ഫ്ലാറ്റ് ഓപ്പണിങ്, അല്ലെങ്കിൽ ഒരു 10-25 പോയിൻ്റ് ഗ്യാപ്പ് ഡൗണിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് അല്ലേ? ഓപ്പൺ ചെയ്തതിന് ശേഷം ഒരു ഭയങ്കര വോളറ്റാലിറ്റി ആയിരുന്നു മാർക്കറ്റ്. ആദ്യത്തെ 5 മിനിറ്റ് നമ്മുടെ വരച്ച 26.011 ആ റേഞ്ചിൽ പോയി, 26.061 പോയി. ഈ രണ്ട് റേഞ്ചിലും പോയി തട്ടിക്കളിച്ച് അവസാനം ഒരു ഡോജ് പോലെ എന്ത് ചെയ്തു? ക്ലോസ് ചെയ്തു. അതിനുശേഷം മാർക്കറ്റ് നേരെ താഴോട്ട് പോരുമായിരുന്നു. പക്ഷേ നമ്മൾ ഒരിക്കലും താഴോട്ടൊരു വരവ് പ്രതീക്ഷിച്ചില്ല. അഥവാ താഴോട്ട് വന്നാലും ഈ പറയുന്ന ഇന്നത്തെ ഓപ്പണിങ് 26,004 മാർക്കറ്റിന് ഓപ്പൺ ചെയ്തത്. ആ ഓപ്പണിങ്ങിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം അവിടുന്ന് തട്ടിത്തിരിച്ച് പോകാനുള്ള സാധ്യതയാണ് വളരെ കൂടുതൽ ഞാനടക്കം പ്രതീക്ഷിച്ചത്. പക്ഷെങ്കിൽ മാർക്കറ്റ് എന്ത് ചെയ്തു? ഡ്രാസ്റ്റിക്കായിട്ട് താഴോട്ട് തന്നെ പോരുന്നു. ഓക്കെ. അപ്പം ഇവിടെ അങ്ങ് നമുക്കൊരു എൻട്രി ഇല്ല. പക്ഷേ ആർക്കെങ്കിലും പി ഹോൾഡ് ചെയ്തവരോ, അല്ലെങ്കിൽ ഇവിടെ കണ്ടുകൊണ്ട് അമ്മോളത്തെ ഹൈ എസ് ഇട്ടുകൊണ്ട് പി എടുത്തവർക്കോ ഒരു പക്ഷേ ഒരു ട്രേഡ് കിട്ടിക്കാണുമായിരിക്കും. ഇത് ഭാഗ്യം കൊണ്ട് കിട്ടിയെന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. അതായത് പ്രൈസ് ആക്ഷൻ പ്രകാരം പഠിച്ചിട്ട് ട്രേഡ് എടുത്തൊന്നും ഒരിക്കലും ആകാൻ സാധ്യതയില്ല. ഇത്രയും നിങ്ങൾക്ക് കിട്ടിയെങ്കിൽ ഭാഗ്യം, അത് നിങ്ങളുടെ ഭാഗ്യം കൊണ്ട് കിട്ടിയതാണ്. അതിനുശേഷം അപ്പോഴും നമ്മുടെ സപ്പോർട്ട് 25,935 പോയിന്റിൽ വന്ന് മാർക്കറ്റ് കൺസോളിഡേറ്റ് ചെയ്തതിന് ശേഷം ഞാനിവിടെ ഒരു പ്രൈസ് ആക്ഷൻ കണ്ടു. ഒരു ബുള്ളിഷ് എൻഗൾഫിങ് ഇവിടെ ഉണ്ടായി ഇല്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് ട്രേഡല്ല, നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയാണ്. ഒരു ബുള്ളിഷ് എൻഗൾഫിങ് വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് പഠിക്കാൻ വേണ്ടി വരച്ചിട്ട് ഗ്രൂപ്പിലിട്ടതാണ്. പക്ഷേ ആ ബെയറിഷ് എൻഗൾഫിങ് വർക്ക് ചെയ്തില്ല, ഫെയിലായിപ്പോയി. പിന്നെ ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. നിങ്ങൾ ഇനി ചാർട്ടിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, എന്താ ഞാൻ പറയാൻ പോകുന്നുള്ള കാര്യം. ഇവിടെ ഇത് സംഭവിച്ച ശേഷം വീണ്ടും ഒരു വലിയ ക്യാൻഡിൽ വന്നു ഒരു ലോ ക്രിയേറ്റ് ചെയ്തു. ഇതാണ് ഇപ്പോൾ ഇത്രയും ഭാഗം ഇവിടം വരെ നമ്മൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലോ ഇവിടെ ക്രിയേറ്റ് ചെയ്തു. ഏറ്റവും വലിയൊരു ലോയാണിത് അല്ലേ? ആ ലോ ഇവിടെ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം മാർക്കറ്റ് വീണ്ടും മുകളിലോട്ട് പോയി നമ്മുടെ റെസിസ്റ്റൻസിൽ തട്ടി മാർക്കറ്റ് വീണ്ടും തിരിച്ച് താഴോട്ട് വരിക. വീണ്ടും തിരിച്ച് വന്ന് ഇതേ പോയിന്റിൽ, മനസ്സിലായി പറഞ്ഞ്, എവിടെയാണോ ലോ എടുത്തത് അതേ പോയിന്റിൽ നോക്കിക്കേ, ഇതേ പോയിന്റിൽ വന്ന് സപ്പോർട്ട് എടുത്തു ഇല്ലേ? അപ്പോൾ ഇവിടെ 2 പോയിൻ്റായി. അപ്പം മാർക്കറ്റ് ഇവിടുന്ന് മുകളിലോട്ട് കയറും എന്നുള്ളതിൻ്റെ ഒരു കൺഫർമേഷനാണ് ഞാനീ പറയുന്നത്.
ഓക്കെ, മാർക്കറ്റ് ഒരു പ്രാവശ്യം വന്നു, സപ്പോർട്ട് എടുത്തു, വീണ്ടും അതേ പോയിന്റ് തന്നെ റെസിസ്റ്റൻസ് തട്ടിയിട്ട് വീണ്ടും അതേ പോയിന്റ് തന്നെ സപ്പോർട്ട് എടുത്തു, വീണ്ടും മൂന്നാമത് ഓൾമോസ്റ്റ് ആ പോയിന്റ് സപ്പോർട്ട് എടുത്തു, വീണ്ടും നാലാമതോടെ സപ്പോർട്ട് എടുത്തു അല്ലേ. സപ്പോർട്ട് എടുത്തതിന് ശേഷം അവിടെ നല്ലൊരു ഗ്രീൻ ക്യാൻഡിൽ ഫോമായി അല്ലേ, ഒരു ഗ്രീൻ ക്യാൻഡിൽ ഫോമായി. അതിനുശേഷം മാർക്കറ്റ് അവിടെ നിന്നൊരു 968 ഒരു 68 പോയിന്റിന് ഒരു റാലി ഇവിടുന്ന് ഇവിടം വരെ കിട്ടി. ഓക്കെ, അപ്പോൾ ഇവിടെ 3 പ്രാവശ്യം ഇവിടെ കൃത്യമായി ഒരേ പോയിന്റിൽ തന്നെ സപ്പോർട്ട് എടുത്തപ്പോൾ നമുക്ക് അവിടെ ലൈൻ വരച്ചിടാം. ഇവിടെ നമുക്ക് ലെവലുകളൊന്നും ഇല്ലെങ്കിലും നമുക്ക് ഇവിടെയാണ് നമ്മൾ സ്വയം പഠിക്കുക എന്നുള്ളതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണിത്. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള പോയിന്റുകൾ കണ്ടെത്തുക. 1 വന്നു, 2 വന്നു, 3 വന്നു, 4 സപ്പോർട്ട് എടുത്തതിന് ശേഷം അവിടുന്ന് മാർക്കറ്റ് മുകളിലോട്ട് ഒന്ന് കയറാൻ തുടങ്ങി ഇല്ലേ. അപ്പോൾ നമുക്കൊരു പ്രൈസ് ആക്ഷൻ പ്രകാരം അവിടെ ട്രേഡ് ഉണ്ട്. എടുത്താലും ചെറിയ സ്റ്റോപ്പ് ലോസ് മാത്രമേ കാണത്തുള്ളൂ. അങ്ങനെ ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ ഒരു 70 പോയിൻറ്റിൻ്റെ ഒരു അപ്പ് സൈഡ് ഇവിടെ കിട്ടി. 10 20 25 പോയിൻറ്റ് നിങ്ങൾക്ക് എടുക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു അല്ലേ. അതിനുശേഷം നമുക്കറിയത്തില്ല എവിടം വരെ പോകുന്നു എന്നുള്ള കാര്യം നമുക്കറിയത്തില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു 3 ക്യാൻഡിൽ തന്നെ ന്യായമായിട്ടുള്ള, ഞാനിവിടെ ഈ ഗ്രൂപ്പിൽ ഇട്ടായിരുന്നത്, ഈ 2 ക്യാൻഡിൽ തന്നെ ന്യായമായിട്ടുള്ള കിട്ടിക്കഴിഞ്ഞാൽ അതുകൊണ്ട് നമുക്ക് വീട്ടിൽ പോകാന്നുള്ളത് മാത്രമേ ഉള്ളൂ. കാരണം ഇവിടെ ഒന്നും നമുക്കൊരു ട്രേഡ് കൺഫർമേഷൻ ഇല്ല. നമുക്ക് കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കാൻ തക്ക രീതിയിലുള്ളൊരു കൺഫർമേഷൻ നമുക്ക് ഇവിടെ ഒന്നും ഇല്ല. മനസ്സിലായില്ലേ? അപ്പോൾ അതിനുശേഷം മാർക്കറ്റ് വീണ്ടും പോയി ഒരു ഹൈ ക്രിയേറ്റ് ചെയ്ത് വീണ്ടും തിരിച്ച് താഴെ വന്നു, വീണ്ടും ഇവിടെ കറങ്ങി. പിന്നെ ഇവിടെ ഒന്നും ട്രേഡ് ഇല്ല. പിന്നെ പല പ്രാവശ്യം മാർക്കറ്റ് പോകാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേങ്കിൽ അവിടെ എല്ലാം ഇതിലെ കൂടത്തിനടിച്ചിടുന്ന പോലെ അടിച്ചിട്ട് മാർക്കറ്റിനെ താഴോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഏരിയ വന്നപ്പോൾ ഞാൻ നമ്മുടെ ഓപ്പൺ ഇൻട്രസ്റ്റ് ചാർട്ട് ചെക്ക് ചെയ്ത് അനലൈസ് ചെയ്തായിരുന്നു. അപ്പോൾ നമ്മളവിടെ എന്താ കണ്ടത്, ഇവിടെ എത്തിയപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മൾ ഓപ്പൺ ഇൻട്രസ്റ്റിൽ നമ്മൾ പറഞ്ഞത് 25,900 സ്ട്രോങ് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ തന്നെ 26,000-ലും 26,100-ലും 26,200-ലും ചെറുതായിട്ട് പുട്ട് റൈറ്റിങ് കൂടി വരുന്നുണ്ട്. ഞാനത് ഗ്രൂപ്പിൽ ഓൾറെഡി ഇട്ടായിരുന്നു ഇല്ലേ. അപ്പോൾ അവിടെ ഒരു പുട്ട് റൈറ്റിങ് ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ അതിനർത്ഥം എന്താണ്, അവിടെ ബയേഴ്സ് ഇതൊക്കെ ആക്റ്റീവ് ആവുകയാണ്. ദാറ്റ് മീൻസ് മാർക്കറ്റ് മുകളിലോട്ട് പോകാനുള്ളൊരു സാധ്യത ഉണ്ട് എന്ന് ഞാൻ ഗ്രൂപ്പിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ആ ഒരു ഒറ്റ ബലത്തിലാണ് നമ്മൾ എന്ത് ചെയ്തത്, ഇവിടുന്ന് കയ്യിലുള്ളവർ ഹോൾഡ് ചെയ്ത് വെച്ച് ആ ഒരൊറ്റ ബലത്തിലാണ്. കാരണം എന്താണ്, അവിടെ ഒരു പുട്ട് റൈറ്റിംഗ് അവിടെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. 26,000-ലും 26,100-ലും 26,200-ലൊക്കെ ചെറിയ രീതിയിൽ പുട്ട് റൈറ്റിംഗ് ഇൻക്രീസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എന്താണ്, നമുക്കൊരു അസംഷൻ ഉണ്ട്. എന്താണ്, മാർക്കറ്റ് ഇവിടുന്ന് മുകളിലോട്ട് കയറാനുള്ള സാധ്യത ഉണ്ട്. ആ ഒരു ഒറ്റ ബലത്തെ നമ്മൾ പിടിച്ചിരുന്നു. അങ്ങനെ മാർക്കറ്റ് എന്ത് ചെയ്തു, അവസാനത്തെ 30 മിനിറ്റിൽ മാർക്കറ്റ് തിരിച്ചു കയറി എവിടെയാണോ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് അതേ പോയിന്റ് തന്നെ വന്ന് റിജക്റ്റ് ചെയ്തു. ഈ ഡോട്ടഡ് ലൈനാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത പോയിന്റ്. അതേ പോയിന്റ് തന്നെ വന്ന് മാർക്കറ്റ് റിജക്റ്റ് ചെയ്ത് ആ ഏരിയയിൽ മാർക്കറ്റ് കൺസോളിഡേറ്റ് ചെയ്തു. മനസ്സിലായി പറഞ്ഞ്. അപ്പോൾ ഇനിയിപ്പോൾ നാളെ എന്താ സംഭവിക്കാൻ പോകുന്നത്? അപ്പം അവസാന നിമിഷം കയ്യിലുള്ളവരൊക്കെ രക്ഷപ്പെട്ടു എന്ന് പറയാം. ബരാബരം രക്ഷപ്പെട്ടെന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ എനിക്ക് തോന്നുന്നത്. എനിവേ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, നഷ്ടം പറ്റിയത് സ്വാഭാവികമാണ്. നിങ്ങൾക്ക് നഷ്ടം ഉണ്ടായി സെൽ അടിച്ചെന്നുണ്ടെങ്കിൽ അത് പാർട്ട് ഓഫ് ദ ബിസിനസ് അല്ലേ, പാർട്ട് ഓഫ് ദ ട്രേഡാണ്. നമ്മളത് അംഗീകരിക്കുക. എന്നും ലാഭം ഉണ്ടാക്കുക എന്നുള്ളതല്ലല്ലോ നമ്മുടെ ലക്ഷ്യം, നഷ്ടം കുറയ്ക്കുക എന്നുള്ളത്. നമ്മൾ ആദ്യം ഒരു കാര്യം ചിന്തിക്കണം, ലാഭത്തിനേക്കാൾ ഉപരി നിങ്ങൾക്ക് വരുന്ന നഷ്ടത്തെ ലഘൂകരിക്കുക എന്നുള്ളതായിരിക്കണം നിങ്ങളുടെ ഏറ്റവും വലിയ മുൻഗണന. നിങ്ങൾക്ക് ട്രേഡിങ്ങിൽ ഏറ്റവും മുൻഗണന നൽകേണ്ടത് ലാഭത്തിനേക്കാൾ ഉപരി നിങ്ങളുടെ നഷ്ടസാധ്യത കുറയ്ക്കുക, അല്ലെങ്കിൽ നഷ്ടത്തെ ലഘൂകരിക്കുക. നിങ്ങൾക്കുണ്ടാകുന്ന നഷ്ടത്തെ മാക്സിമം ലഘൂകരിക്കുക എന്നുള്ളതായിരിക്കണം പ്രയോറിറ്റി ഫസ്റ്റ് അതിനായിരിക്കണം. പിന്നെ ആയിരിക്കണം ലാഭം തന്നെ വന്നോളൂ. നഷ്ടം ലഘൂകരിക്കുകയാണെന്നുണ്ടെങ്കിൽ ലാഭം തന്നെ വന്നോളൂ. മനസ്സിലായി പറഞ്ഞേ. അപ്പം നാളെ നമ്മൾ നിഫ്റ്റിയിൽ ട്രേഡ് ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, നാളെ എന്താ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. നാളെ സംഭവിക്കാൻ പോകുന്ന കാര്യം, മാർക്കറ്റ് ഇപ്പോൾ 26,011 മുകളിൽ നമുക്ക് ഓപ്പണിംഗ് കിട്ടണം, ഒരു ഗ്യാപ്പ് അപ്പ്. പക്ഷേ ഇപ്പോൾ ഒരു പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നാം നോക്കിക്കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാവും. സാധനം വന്നിട്ടുണ്ട്. അണ്ണന്മാർ 86% ഷോർട്ടിലോട്ട് മാറി. ഓക്കെ, ഇന്നലെ 84 ഇന്ന് 2% വീണ്ടും ഇൻഡെക്സിൽ ഒരു 2% പൊസിഷൻ അവർ കൂട്ടി. ദാറ്റ് മീൻസ് ഇതെന്താ സൂചിപ്പിക്കുന്നത്? ഇത് സൂചിപ്പിക്കുന്നത് എന്താണ്, FIIs ഇപ്പോഴും ഷോർട്ട് സൈഡാണ്. ഓക്കെ, അപ്പോൾ അതൊരു വലിയ പ്രശ്നമായിട്ട് വന്നേക്കാണ്. അപ്പോൾ അവരുടെ ഉദ്ദേശം എന്താണെന്നൊന്നും നമുക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ ഇത് കാണുമ്പം റീറ്റെയിലേഴ്സ് പാനിക്കാവും. മനസ്സിലായി. അപ്പം എത്ര മുകളിൽ പോയാലും അവിടെ ഒരു സെല്ലിംഗ് പ്രഷറിനുള്ള ടെൻഡൻസി കൂടി വരും. ഇല്ലെങ്കിൽ അതുപോലെ മാർക്കറ്റിൽ എന്ത് വേണം,
അതുപോലെ ഒരു ഹ്യൂജ് ബൈ വരണം. ഹ്യൂജ് ബൈ വന്നെങ്കിൽ മാത്രമേ മാർക്കറ്റ് ഒരു പരിധി വിട്ട് മുകളിലോട്ട് കയറത്തുള്ളൂ. അങ്ങനെ പരിധി വിട്ട് മുകളിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇവരൊക്കെ ഈ ഷോർട്ട് പൊസിഷൻ എന്ത് ചെയ്യണം, ഒഴിവാകേണ്ടി. അങ്ങനെ ഒരു സാഹചര്യം എങ്ങനെ ഉണ്ടാകും എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമാണ്. കാരണം വാങ്ങിക്കാനുള്ളത് ആരാ? ഈ മാർക്കറ്റിൽ നിന്ന് ഇനിയും വാങ്ങിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ FIs വേണം വാങ്ങിക്കാൻ, ശരിയല്ലേ? ആ FIs തന്നെ ഷോർട്ട് ചെയ്ത് വെച്ചേക്കുകയാണ്. അപ്പോൾ പിന്നെ നമ്മൾ ആരോട് പറയും? നിങ്ങൾ പറയും. അപ്പോൾ ഇതൊക്കെ വലിയൊരു അൺസർട്ടനിറ്റിയാണ്. അപ്പം നാളെ പുട്ടിൻ വരുന്നുണ്ട്. നാളെ പുട്ടിൻ വരുമ്പം എന്തെങ്കിലും പോസിറ്റീവ് കമൻറ്റ് പുട്ടിൻ്റെ ഭാഗത്തു നിന്നോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഓഫറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡീലോ ഒക്കെ വരുവാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ടെമ്പററി ആയിട്ടെങ്കിലും ഒരു അപ്സൈഡ് മൊമെൻറ്റം കാണിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ US ഫ്യൂച്ചർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 121 പോയിൻ്റ് അപ്സൈഡിലാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മളുടെ ട്രംപ് പുതിയ ഒരു ഫെഡ് ചെയർമാനെ പേര് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജെറോം പവൽ ഈ വർഷം മാറുവാണ്. അപ്പോൾ അടുത്ത വർഷം പുതിയ ആളെ ഹൈഡ് ചെയ്ത് വെച്ചേക്കുമായിരുന്നു. ആളുടെ പേര് പുറത്തുവിട്ടില്ലായിരുന്നു. പക്ഷേ ഇന്നലെ അദ്ദേഹം പേര് പറഞ്ഞിട്ടുണ്ട്. അപ്പം ആ ആളെയും ആൾക്കാർക്ക് മനസ്സിലായി. ഇനിയിപ്പോൾ അതിനോട് എങ്ങനെ മാർക്കറ്റ് പ്രതികരിക്കുന്നുള്ള കാര്യം നമുക്ക് അറിയത്തില്ല. അപ്പോൾ നമുക്ക് കണ്ടറിയാം മാർക്കറ്റ് തുറക്കുമ്പോൾ. ഓക്കെ, അപ്പം അങ്ങനെയുള്ള അൺസർട്ടനിറ്റിയാണ്. നാളെ പുട്ടിൻ വരുന്നുണ്ട്. അപ്പം പുട്ടിൻ വന്ന് നമ്മളോട്ടുള്ള ചർച്ചയുടെ പുറത്ത് ഇനി അതിൻ്റെ ഒരു പ്രതികരണം ട്രംപ് ഇനി എങ്ങനെ നടത്തുന്നതെന്ന് നമുക്കറിയത്തില്ല. പല പ്രശ്നങ്ങളാണ്. അത് മാത്രമല്ല, നമ്മുടെ വാറിൻ്റെ അകത്തിൽ യുക്രൈൻ റഷ്യ വാറിനകത്തിൽ ഇതുകൊണ്ടൊരു തീരുമാനം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതെല്ലാം കൂടെ ഒരു അഴകുഴമ്പം പരുവാണ്. അതുകൊണ്ട് മാർക്കറ്റിന് ശരിക്കും ഒരു ദിശാബോധമില്ല. മനസ്സിലായോ? മാർക്കറ്റിന് എങ്ങോട്ട് പോകണം എന്നുള്ളൊരു ദിശാബോധമില്ലാതെ മാർക്കറ്റ് കിടന്ന് കറയും കളിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നാളെ ട്രേഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, നാളെ മാർക്കറ്റ് ഗ്യാപ്പ് അപ്പിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ, ഇതിനകത്ത് ഈ ഏരിയയിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ നമുക്ക് 26.061 ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകണം. മനസ്സിലായോ? 26.061 ബ്രേക്ക് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഒരു അപ്സൈഡ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റത്തുള്ളൂ. ഗ്യാപ്പ് അപ്പോടെ ഓപ്പൺ ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്ത് സസ്റ്റെയിൻ ചെയ്ത് ഇവിടെ കിടന്ന് ആടി കളിച്ചതിന് ശേഷം ഇവിടെ വന്ന് 26.0 സപ്പോർട്ട് എടുത്ത് നേരെ തിരിച്ചു പോയാൽ 26.061 ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകണം. എന്തെങ്കിലും ഒരു അപ്സൈഡ് മൊമെൻറ്റം പറയാൻ പറ്റും. അല്ല, ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്ത് ബ്രേക്ക് ചെയ്ത് താഴെ പോരുവാണെന്നുണ്ടെങ്കിൽ നേരെ സാധനം താഴോട്ടിഞ്ഞ് പോരും. അല്ല, ഗ്യാപ്പ് ഡൗണിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ, ഇവിടെയാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്തെങ്കിലേ നമുക്ക് മുകളിലോട്ടുള്ളൂ. ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം? താഴെ തിരിച്ച് വന്നിട്ട് ഈ ഡോട്ടഡ് ലൈൻ കണ്ടോ? ഇതൊരു ഇമ്പോർട്ടൻറ്റ് ലൈനാണ്. കാരണം ഇന്ന് വന്ന് പല പ്രാവശ്യം സപ്പോർട്ട് എടുത്ത ഏരിയയാണിത്. അപ്പോൾ ഈ പല പ്രാവശ്യം സപ്പോർട്ട് എടുത്ത ഈ ഏരിയയിൽ വന്നിട്ട് മാർക്കറ്റ് ഇവിടെ വന്ന് സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറുമെന്ന് നോക്കുക. ഇല്ല, ഇത് പൊട്ടിയാൽ പണി പാളും. ഓക്കെ, ഇത് പൊട്ടിയാൽ പിന്നെ നമ്മൾ പണി പാളും. പിന്നെ 25,500 ചിലപ്പം ഒരു പക്ഷേ നമ്മൾ കാണേണ്ടി വരും. അപ്പോൾ എങ്ങനെയാണ് നാളത്തെ മാർക്കറ്റിൻ്റെ ആക്ഷൻ എന്നും ഇന്ന് രാത്രിയിലത്തെ US മാർക്കറ്റിൻ്റെ ആക്ഷനും കൂടെ കണ്ടെങ്കിൽ മാത്രമേ കറക്റ്റ് ഒരു ക്ലിയർ പിക്ചർ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക, മാർക്കറ്റ് ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെന്നുണ്ടെങ്കിൽ 26.011 ഓപ്പൺ ചെയ്ത് സസ്റ്റെയിൻ ചെയ്ത് മേലോട്ട് പോയി 26.061 ബ്രേക്ക് ചെയ്യണം. ഇല്ല, താഴോട്ടാണെന്നുണ്ടെങ്കിൽ 25,935 ബ്രേക്ക് ചെയ്ത് താഴെ വന്ന് ഈ 25,896 ആ റേഞ്ച് വന്ന് സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറി പോകണം. ഇല്ല, ഇത് ബ്രേക്ക് ചെയ്ത് താഴെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഡ്രാസ്റ്റിക്കായിട്ട് മാർക്കറ്റ് താഴോട്ട് വരും. അതുകൊണ്ട് നിങ്ങൾ നാളെ സൂക്ഷിക്കുക. നാളെ ട്രേഡ് ചെയ്യുന്നവർ നിങ്ങൾ പിന്നെ നമ്മുടെ ഹെവി വെയിറ്റ് ഇൻഡെക്സിനെ കൂടെ നിങ്ങൾ നോക്കി വേണം നിങ്ങൾ ട്രേഡ് ചെയ്യാൻ. ഇന്ന് മാർക്കറ്റിനെ പിടിച്ചു നിർത്തിയത് ബാങ്കിങ് സെക്ടറാണ്. റിലയൻസ് ഇന്ന് നെഗറ്റീവായിരുന്നു. നമ്മൾ നോക്കിയാൽ മനസ്സിലാവും. റിലയൻസ് 7.50 നെഗറ്റീവിലായിരുന്നു. റിലയൻസ് ആണ് കൂടുതലും താഴോട്ട് വലിച്ചത്. ബാക്കി HDFC, ICICI കോട്ടക്കും ഒക്കെ ബാങ്കിനെ പിടിച്ചു നിർത്തി. SBIനാണ് പിന്നെ കുറച്ച്, കാരണം SBI കഴിഞ്ഞ ഒരു 1-2 ആഴ്ച കൊണ്ട് നല്ല രീതിയിൽ അപ്സൈഡ് പോകുമായിരുന്നു. അതുകൊണ്ട് അവിടെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വന്നത്. ഇൻഫിൻ, TCSും IT നല്ലപോലെ തന്നെ കട്ട സപ്പോർട്ട് നിന്നു. അതുകൊണ്ടാണ് നിഫ്റ്റി ഇത്രയെങ്കിലും പിടിച്ചു നിന്നത്. ഇല്ലെങ്കിൽ നല്ല രീതിയിൽ പൊട്ടിയേനെ. ഓക്കെ, അപ്പം നാളെ നിങ്ങൾ ഈ റിലയൻസിനെ വാച്ച് ചെയ്യുക, അതുപോലെ ബാങ്കിനെ വാച്ച് ചെയ്യുക. എന്നെങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റ് കാര്യം അറിയാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ IT സെക്ടറിനെ വാച്ച് ചെയ്യുക, ഇൻഫിൻ, TCSനെ വാച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനി ബാങ്ക് നിഫ്റ്റി ഒന്ന് നോക്കാം. ബാങ്ക് നിഫ്റ്റി നോക്കിക്കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. കറക്റ്റ് നമ്മളുടെ 59,326 എന്ന് പറയുന്ന പോയിന്റിൽ വന്ന് സപ്പോർട്ട് എടുത്ത് റെസിസ്റ്റൻസ് ഫേസ് ചെയ്ത് ഇങ്ങനെ ആശ നിൽക്കുകയാണ്. ഞാൻ ഇന്നലെ നമ്മുടെ ലെവലുകളൊക്കെ കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾ നോക്കി ബാങ്ക് നിഫ്റ്റി നോക്കി ട്രേഡ് ചെയ്യുന്നവർക്ക് നല്ലൊരു അവസരമായിരുന്നു. അവസാനത്തെ ഒരു മണിക്കൂർ നല്ലൊരു റാലി ബാങ്ക് നിഫ്റ്റിയിൽ കിട്ടി. 59,040 നിന്ന് 59,333 വരെ പോയി. ഓക്കെ, പോസിറ്റീവിലാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തേക്കുന്നത്. അപ്പോൾ നാളെ ഒരു അപ്സൈഡ് റാലി കിട്ടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്യുക. 59,326 മുകളിൽ സസ്റ്റെയിൻ ചെയ്യണം.
സസ്റ്റെയിൻ ചെയ്ത് ഈ 546 ബ്രേക്ക് ചെയ്തെങ്കിൽ 60,000 വരെയൊക്കെ 59,546 സസ്റ്റെയിൻ ചെയ്തെങ്കിൽ മാത്രമേ 60,000 വരെ പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ. അല്ല ഇതിനകത്ത് കയറുവാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഇവിടെ കൺസോളിഡേറ്റ് ചെയ്യാനോ ഇത് ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. നിങ്ങൾ ബാങ്ക് നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നവർ HDFCയും ICICIയും SBIനെയും കോട്ടക്കിനും ആക്സിസിനെയൊക്കെ നിങ്ങൾ നോക്കി വേണം ട്രേഡ് ചെയ്യാൻ. അടുത്ത മിഡ് ക്യാപ്പ് ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞിരുന്നു. വീണാൽ നല്ല വീഴ്ചയായിരിക്കും എന്ന് പറഞ്ഞു. ഞാൻ അതുപോലെ തന്നെ നോക്കിക്കേ 130 പോയിൻറ്റോളം, ഏകദേശം 130 പോയിൻറ്റോളം ഇന്ന് മിഡ് ക്യാപ്പ് വീണു. എൻ്റെ ഒരു മിഡ് ക്യാപ്പിന് ഒരു PE ഉണ്ടായിരുന്നു, ഞാൻ അത് ബുക്ക് ചെയ്തു. അപ്പോൾ നിങ്ങൾ നോക്കിക്കേ നല്ലൊരു ഫോള്. അതിനുശേഷം നമ്മുടെ 13,830 എന്നുള്ള ആ ലൈനിൽ തന്നെ മാർക്കറ്റ് കൺസോളിഡേറ്റ് ചെയ്യുമായിരുന്നു അല്ലേ. ഇതൊരു ക്രൂഷ്യൽ സപ്പോർട്ടാണിത്, ഈ 830 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ മാർക്കറ്റ് ഇവിടുന്ന് മുകളിലോട്ട് പോകാനുള്ള സാധ്യതയാണ് കൂടുതൽ. ഇത്രയും പ്രോഫിറ്റ് ബുക്കിംഗ് വന്നുകൊണ്ട് പ്രോഫിറ്റ് ബുക്കിംഗ് വരാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ BS, ഞാൻ ഇന്നലെ പറഞ്ഞു നിങ്ങൾ BSEയും ഹീറോ മോട്ടോകോപ്പിനെ ഇവർ രണ്ടുപേരും നോക്കണം. ഡിക്സണും അതുപോലെ തന്നെ നല്ല സെല്ലിങ് എല്ലാം നോക്കിക്കുക, എല്ലാം ഒരെണ്ണം പോലും പച്ചയില്ല, എല്ലാവരും റെഡിലാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ടാണ് മിഡ് ക്യാപ്പ് താഴെ പോകാനുള്ള കാര്യം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശരിക്കും മനസ്സിലാക്കിയാണ് നമ്മൾ ട്രേഡ് ചെയ്യാൻ. അപ്പം ഇതൊരു സ്ട്രോങ് സപ്പോർട്ടായിട്ടാണ് ആക്ട് ചെയ്യുക 13,830. ഓക്കെ, 13,830 പൊട്ടുവാണെന്നുണ്ടെങ്കിൽ പിന്നെ 13,783 അതും പൊട്ടിയാൽ പിന്നെ നാഴോട്ടിഞ്ഞ് പോരും മിഡ് ക്യാപ്പ്. കാരണം അത്രയ്ക്ക് ഓൾ ടൈം ഹൈയിൽ നിൽക്കുകയാണ്. അല്ല മുകളിലോട്ടുള്ള റാലി ആണെന്നുണ്ടെങ്കിൽ 13,908 ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു അപ്സൈഡ് റാലി നമുക്ക് നോക്കാം. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. സെൻസെക്സ് നോക്കണോ? സെൻസെക്സ് നാളെ സെൻസെക്സിൻ്റെ എക്സ്പയറിയാണ്. നിങ്ങൾ നോക്കിക്കണ്ട് ട്രേഡ് ചെയ്യുക. ഇതിനകത്ത് കൺസോളിഡേറ്റ് ചെയ്യുക, അല്ലാതെ എങ്ങോട്ടെങ്കിലും ഒരു സൈഡിലോട്ട് ബ്രേക്ക് കിട്ടിയെങ്കിൽ മാത്രമേ സെൻസെക്സിന് ഒരു റാലിയുള്ളൂ. 85,243 ഒന്നീ പൊട്ടണം. കാരണം ഇവിടെ വന്ന് റെസൻസ് എടുത്തിട്ട് നേരെ തിരിച്ച് വീണ്ടും താഴെ വന്ന് ഇവിടെ കിടന്ന് ആടി കളിക്കുകയാണ്. ഓക്കെ, അപ്പം ഒരു റാലി മുകളിലോട്ട് കിട്ടണമെങ്കിൽ 25,243 ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മാത്രമേ 85,800 ഒക്കെ 85,500 ഒക്കെ പോകാനുള്ള സാധ്യതയുള്ളൂ. ഇല്ല ഇത് പൊട്ടുവാണെന്നുണ്ടെങ്കിൽ 84,888 പൊട്ടുവാണെന്നുണ്ടെങ്കിൽ പിന്നെ 84,500 കാണാനുള്ള സാധ്യതയുണ്ട്. ഇതിനകത്ത് കൺസോളിഡേഷനാണ്. നാളെയാണെന്നുണ്ടെങ്കിൽ എക്സ്പയറിയാണ്. അപ്പോൾ കൺസോളിഡേറ്റ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക. 243 500 പോയിൻ്റ് ഉണ്ട് ഇവിടുന്ന് ഇവിടം വരെ. ഈ 500 പോയിൻ്റ് അത് കൺസോളിഡേറ്റ് ചെയ്യുവാണെന്ന് നിങ്ങൾ നോക്കുക. അതിനകത്ത് കൺസോളിഡേറ്റ് ചെയ്യുകയാണെങ്കിൽ മുഴുവൻ ഉരുകി തീരും. നാളെ എക്സ്പയറിയാണ്. ഓക്കെ, അതുകൊണ്ട് നാളെ ട്രേഡ് ചെയ്യുന്നവർ വളരെ സൂക്ഷിച്ച് കണ്ട് മാത്രം ട്രേഡ് ചെയ്യുക. അവസരം ഉണ്ടെങ്കിൽ മാത്രം ട്രേഡ് ചെയ്യുക. നെക്സ്റ്റ് എക്സ്പയറിയിൽ ട്രേഡ് ചെയ്യാൻ നോക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം. ഓക്കെ, അപ്പം ഇത്രയൊക്കെയുള്ളൂ പറയാം. നാളെ എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു.